ഇരുചക്രവാഹനം ഇടിച്ചുണ്ടായ വാഹനാപകടത്തിൽ ആൾമാറാട്ടം നടത്തി പ്രതിയെ സംരക്ഷിക്കാൻ ഗൂഢാലോചന നടത്തുന്നതായി ആരോപണം. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ യുവാവിനെതിരെ പോലീസ് കള്ളക്കേസെടുത്തതായും കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ യഥാർത്ഥ പ്രതിയെ മാറ്റിയെന്നും അപകടത്തിൽ പരിക്കേറ്റ ഇടുക്കി കരിമ്പൻ കല്ലുവിളയിൽ യെബിൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആൾമാറാട്ടം നടത്തി പ്രതിയെ രക്ഷപ്പെടുത്താൻ കട്ടപ്പന പോലീസ് കള്ളക്കേസെടുത്തതായി ആരോപണവുമായി അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ യുവാവ് രംഗത്ത്. ഇടുക്കി വാഴത്തോപ്പ് കരിമ്പൻ കല്ലുവിളയിൽ ധർമ്മരാജന്റെ മകൻ എബിനാണ് നവംബർ 12-ന് കട്ടപ്പന 7-ാം മൈലിൽ നടന്ന അപകടത്തിൽ ഗുരുതര പരിക്കേറ്റത്. കരിമ്പനിൽ നിന്നും എബിൻ സുഹൃത്ത് നവീൻ ജ്യോതി സോയിയും ബൈക്കിൽ കട്ടപ്പനയിലേക്ക് വരുമ്പോൾ എതിർദിശയിൽ നിന്നും വന്ന സ്കൂട്ടർ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എബിന്റെ ശ്വാസകോശത്തിനും തലച്ചോറിനും അടക്കം ക്ഷതമേറ്റതിനെ തുടർന്ന് നിരവധി സർജറികൾ പൂർത്തിയാക്കിയ എബിൻ ഇപ്പോഴും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. ആ സമയത്ത് ഈ അച്ഛൻ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടില്ല. ഈവനിങ്ങിൽ 5 മണിക്കാണ് അച്ഛൻ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്ത സമയത്ത് ഈ അപകടം ഉണ്ടായ ജിബിൻ എന്ന് പറയുന്ന ബ്രദറിന്റെ പേര് അതിലില്ല. പിന്നെ ഈ അപകടം ഉണ്ടാക്കിയത് എബിനാണെന്നുള്ള പേരിൽ വന്നു. കോടതിയിൽ ഹാജരായിരുന്ന ആള് വ്യത്യാസം. അങ്ങനെ പറഞ്ഞിരിക്കുന്ന മൊഴികളും ഇതെല്ലാം സംഭവവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നമുക്ക് റീസെൻ്റ്ലിയാണ്. ഇപ്പോൾ 3 വർഷമായി സംഭവം ഉണ്ടായിട്ട് കോടതിയിൽ അവർ ഹാജരാവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഈ കേസിന് പിന്നീട് നമ്മളായിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇവൻ തന്നെ ഡയറക്റ്റ് പോയി ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു. അന്വേഷിച്ച് കഴിയുമ്പോൾ ഈ ജിബിൻ എന്ന് പറയുന്ന വ്യക്തി 10-ാം മൈലിൽ ഈ പള്ളിയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ കാര്യങ്ങളെല്ലാം നേരെ തിരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യക്തിയില്ല. കൊടുത്തേക്കുന്ന പേരും കാര്യങ്ങളെല്ലാം വ്യാജമാണ്. സ്കൂട്ടർ യാത്രികരായിരുന്ന കട്ടപ്പന 10-ാം മൈൽ CMI ആശ്രമത്തിലെ വാർഡനായ ജിബിനും മറ്റൊരാളും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു. അപകടമുണ്ടാക്കിയ സ്കൂട്ടർ യാത്രികർക്കെതിരെ നവീൻ 14-ന് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ജിബിനാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന് കാണിച്ച് പോലീസ് കേസെടുത്തെങ്കിലും കട്ടപ്പന ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്ന കേസിൽ പോലീസ് അന്തിമ റിപ്പോർട്ട് നൽകിയപ്പോൾ ജിബിന്റെ പേര് മാറ്റി പകരം ജൂബിൽ വർഗീസ് എന്നയാളാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നാക്കി മാറ്റി. അപകടമുണ്ടാക്കിയ ആളെ സംരക്ഷിക്കാൻ നടത്തിയ ഗൂഢനീക്കം പോലീസ് അടക്കം പങ്കാളികളായിരുന്നുവെന്നും എബിനും നവീനും ആരോപിച്ചു. ജൂബിൽ വർഗീസിന് വേണ്ടി ആശുപത്രി രേഖകളിലും കൃത്രിമം കാട്ടിയിട്ടുണ്ട്. ഇതിനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാനും തീരുമാനിച്ചതായി അപകടത്തിൽ പരിക്കേറ്റ എബിൻ ധർമ്മരാജൻ, ഒപ്പമുണ്ടായിരുന്ന നവീൻ ജ്യോതി സോയി, എബിന്റെ മാതാവ് ലത ധർമ്മരാജൻ, ബന്ധുക്കളായ ജിൻഡു ജെയിംസ്, MM മണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.